കോഴിക്കോടേക്ക് പോവുകയാണ്. ആ മഹാവിയോഗം MT നമുക്കൊപ്പം ഇല്ല എന്നുള്ള ആ മഹാവിയോഗം ഇപ്പോഴും ആ വേദന നമ്മുടെ എല്ലാവരുടെയും ഉള്ളിലുണ്ട്. അല്പസമയം മുൻപാണ് ജ്ഞാനപീഠ പുരസ്കാര ജേതാവ് ദാമോദർ മൗസെ അദ്ദേഹത്തെ അനുസ്മരിച്ചുകൊണ്ടുള്ള പ്രഭാഷണം നടത്തിയത്. വരകളാലും വാക്കുകളാലും സംഗീതത്താലും ഉള്ള അനുസ്മരണയാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. MT എന്ന എഴുത്തുകാരനെ കുറിച്ച് സാറാ ജോസഫും ആലങ്കോട് ലീലാകൃഷ്ണനും സംവദിക്കും. ആ വേദിയിൽ നിന്നുള്ള തത്സമയ സംപ്രേഷണത്തിലുള്ള കൃഷി സമ്പ്രദായങ്ങൾ, പുഴയിലെ ഒഴുക്കിന്റെ ഒരു അല കണ്ടാൽ ഇന്ന മീനാണ് എന്ന് പറയാൻ സാധിച്ചിരുന്ന നാട്ടറിവുകൾ, ദേശപുരുഷാർത്ഥങ്ങൾ, കൊടിക്കുന്നത്ത് കാവിലമ്മയുടെ പുരാവൃത്തം, മുത്തശ്ശിയാർ കാവിലമ്മയുടെ പുരാവൃത്തം, ദിവസവും കൊടിക്കുന്നത്ത് കാവിലമ്മയുടെ നിവേദ്യം മാത്രം കഴിച്ച് ജീവിച്ചിരുന്നൊരു മുത്തശ്ശി ഉണ്ടായിരുന്നു മാടത്ത് തെക്കേപ്പട്ട്. എല്ലാ ദിവസവും പാല് കൊടിക്കുന്നത്ത് കാവിലമ്മയ്ക്ക് കൊണ്ടുപോയി കൊടുത്തിട്ടാണ് ആ നിവേദ്യം കൊണ്ടുവരിക. ഒരു പ്രളയകാലത്ത് പുഴ കടക്കാൻ പറ്റാത്തതുകൊണ്ട് പാല് കൊണ്ടുപോകാൻ പറ്റിയില്ല, നിവേദ്യം കിട്ടിയില്ല. അന്ന് ആ കുടുംബം മുഴുവൻ പട്ടിണിയായി. പാതിരാ നേരത്ത് വിശന്നു പൊരിഞ്ഞിരിക്കുന്ന കുട്ടികൾ കരഞ്ഞുകൊണ്ടിരിക്കെ വാതിൽ തുറന്നൊരു പട്ടിട്ട കൈ നീട്ടി കുട്ടികളെ ഉണർത്തി ചോറ് കൊടുക്കൂ എന്ന് പറഞ്ഞു. ആ രൂപം മറഞ്ഞു. ഇതാണ് നാലുകെട്ടിൻ്റെ സുഹൃത പുരാവൃത്തമായിട്ട് MT പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് യുക്തിവാദികളുടെ സംസ്ഥാന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുമ്പോൾ MT പറഞ്ഞു, ലോകത്തിലുള്ള സകല ദൈവങ്ങളും ഇല്ലെന്ന് ഞാൻ സമ്മതിക്കാം, പക്ഷേ എൻ്റെ നാട്ടിലെ കൊടിക്കുന്നത്ത് കാവിലമ്മ ഇല്ല എന്ന് മാത്രം പറയാൻ പറ്റില്ല. ഇതാണ് MTയുടെ നാട്ടുജീവിതം. കൊടിക്കുന്നത്ത് കാവിലമ്മയും പറക്കുളം മേച്ചിൽപ്പുറവും താന്നിക്കുന്നും ഈ പറയുന്ന പ്രദേശത്തെ നാട്ടറിവ്, ദേശപുരുഷാർത്ഥ നാനാർത്ഥങ്ങളിലൂടെ, അവിടുത്തെ കഥാപാത്രങ്ങളിലൂടെ അതിനെ ഭാവനാത്മകമായി വളർത്തിയെടുത്ത് ലോകോത്തരമായ എഴുത്തുകാരനെ സാറാ ജോസഫും ആലങ്കോട് ലീലാകൃഷ്ണനും ഓർത്തെടുക്കുകയാണ്. ഇത് കഴിഞ്ഞ് MT എന്ന സിനിമാക്കാരനെ കൂടി ഓർത്തെടുക്കുന്നുണ്ട്. അതിൽ സിബി മലയിലും നടൻ വിനീതും ഒക്കെ പങ്കെടുക്കുന്നുണ്ട്. അങ്ങനെ എല്ലാ രൂപത്തിലും എല്ലാ ഭാവത്തിലും നമുക്കറിയുന്ന MTയുടെ ഓർമ്മകളിലാണ് ഇപ്പോൾ കോഴിക്കോട്. മാതൃഭൂമി നമ്മൾ ഓരോരുത്തരും